നജസ് തറയിലായാൽ ശുദ്ധിയാക്കുന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുറേ വെള്ളം കൊണ്ടുവന്നതുകൊണ്ടോ നനഞ്ഞ ശീലയെടുത്ത് ഉപ്പിയതുകൊണ്ടോ മഫ് കൊണ്ട് അതങ്ങ് നീക്കിയത് കൊണ്ടോ ഒന്നും ശുദ്ധിയാകൂല. നേരെ മറിച്ച് ഉണങ്ങിയ പേപ്പർ, ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ശീലയോ എടുത്തുകൊണ്ട് ആദ്യം ആ നജസ് ശരിക്കും ഒപ്പിക്കളയുക. എന്നാലും അതിന്റെ നിറോ രുചിയോ മണോ അവിടെ ബാക്കിയുണ്ടാവും. അപ്പൊ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിവാക്കിയിട്ട് വീണ്ടും അത് ശരിക്ക് തുടച്ച് കളയുക. ഇപ്പൊ അവിടെ ആ നജസിന്റെ നിറവുമില്ല, രുചിയുമില്ല, മണവുമില്ല, പക്ഷെ ശുദ്ധിയായിട്ടില്ല. ആ നിറവും രുചിയും മണവും ഇല്ലാത്തതിനെ കുറിച്ച് ഹുക്മിയ നജസ് എന്നാണ് അറബി പറയാം. അതിന്റെ ശേഷം ഒരല്പ വെള്ളം, ഒരു ഗ്ലാസ്, അര ഗ്ലാസ് വെള്ളം മതി, ശുദ്ധമായ വെള്ളം ആ നജസായുന്ന സ്ഥലത്ത് ഒന്നിങ്ങനെ ഒഴിക്കലോടുകൂടെ അത് ശുദ്ധിയായി. ഇനി ആ വെള്ളം അവിടെ നിന്ന് ഒപ്പിക്കളയണം എന്നുപോലും ഇല്ല. ഒപ്പിക്കളഞ്ഞാൽ നന്നായി. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സഗൗരവം ഉണർത്തുന്നു. നജസിലേക്ക് കുറെ വെള്ളം ഒഴിച്ചുകൊണ്ടോ നജസ് അങ്ങ് തോത്തിക്കളഞ്ഞത് കൊണ്ടോ ഫാൻ ഇട്ടത് കൊണ്ടോ സ്പ്രേ അടിച്ചത് കൊണ്ടോ ശുദ്ധിയാകൂല. ആ നജസ് ഒപ്പിക്കളഞ്ഞതിന്റെ ശേഷം, ശരിക്ക് തുടച്ചു കളഞ്ഞതിന്റെ ശേഷം, ഉണങ്ങിയ ശീല കൊണ്ടോ പേപ്പർ കൊണ്ടോ ശരിക്ക് തുടച്ചു കളഞ്ഞതിന്റെ ശേഷം നിറോ രുചിയോ മണോ ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചിട്ട്, അധികം സ്ഥലത്ത് വേണ്ട, ആയ സ്ഥലത്ത് കുറച്ച് ഒഴിച്ചിട്ട് അതും ശരിക്കും ഒപ്പിയെടുത്തതിന്റെ ശേഷം ഇപ്പൊ അതിന്റെ സ്മെല്ലോ നിറോ രുചിയോ ഉണ്ടാകൂല എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് വരുന്ന വിധം ഹുക്മിയ നജസായതിന്റെ ശേഷം പിന്നീട് ഒരല്പം ശുദ്ധമായ വെള്ളം അതിലേക്കാണ്ട് ഒഴിച്ചിട്ട്, ആ ഭാഗത്തേക്കാണ്ട് ഒഴിച്ചിട്ട് ശുദ്ധിയാക്കുക. ഇതൊരൊറ്റ മാർഗ്ഗേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കണം.